കോൺഗ്രസ് നേതാവ് AK മണി ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ചെയർമാനായിരിക്കെ 2000-ൽ തന്റെ ഭൂമിക്ക് പട്ടയം ലഭിച്ചുവെന്നായിരുന്നു S രാജേന്ദ്രന്റെ വാദം. എന്നാൽ ദേവികുളം താലൂക്ക് ഓഫീസിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖ രാജേന്ദ്രന്റെ വാദം പൊളിക്കുന്നു. 2000-നും 2003-നും ഇടയിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ലെന്ന് രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ യോഗം ഇക്കാലയളവിൽ ചേർന്നതിന്റെ വിവരങ്ങൾ ഓഫീസിൽ ലഭ്യമല്ലെന്നും വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നു. ദേവികുളം താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിച്ച രേഖ ശരിവച്ച് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ചെയർമാനായിരുന്ന AK മണിയും പ്രതികരിച്ചു. രാജേന്ദ്രൻ അവകാശപ്പെടുന്നത് പോലെ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ യോഗം ചേർന്നിട്ടില്ല. രാജേന്ദ്രന് പട്ടയം ലഭിച്ചത് ഇപ്പോൾ അദ്ദേഹം കൈവശം വച്ചിരിക്കുന്ന ഭൂമിക്കല്ലെന്നും AK മണി വ്യക്തമാക്കുന്നു. ഇതോടെ രാജേന്ദ്രൻ ഭൂമി കയ്യേറിയെന്ന വാദം ബലപ്പെടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ S രാജേന്ദ്രനെ പിന്തുണച്ച് രംഗത്തു വന്നിരുന്നു. രാജേന്ദ്രന്റെ കൈവശം ഇപ്പോഴുണ്ടെന്ന് അവകാശപ്പെടുന്ന 8 സെന്റ് ഭൂമിയുടെ നിയമസാധുത സംബന്ധിച്ച് ഇനി റവന്യൂ വകുപ്പാണ് വ്യക്തത വരുത്തേണ്ടത്. അതേസമയം വിവരാവകാശ രേഖ ചോദ്യം ചെയ്ത് S രാജേന്ദ്രൻ പ്രതികരിച്ചു. ദേവികുളം താലൂക്ക് ഓഫീസിൽ രേഖകളില്ലെങ്കിൽ താനല്ല ഇതിന്റെ ഉത്തരവാദിയെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. എന്ത് ഭൂമിയാണെങ്കിലും എന്റെ പേരിൽ ഒരു പട്ടയം ഉണ്ടല്ലോ, ആ പട്ടയത്തിന് ഞാൻ കാശടച്ചത് ഉറപ്പാണല്ലോ, അദ്ദേഹം ചെയർമാൻ ആയിരുന്നല്ലോ, അത്രയും മതിയെന്നത്. ഈ രമേശ് ചെന്നിത്തല പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ പാർട്ടിക്കാരനൊന്നുമല്ല, അവർ രാഷ്ട്രീയമായി എന്ന് പറയുന്നതാണ്. റിപ്പോർട്ടർ, കൊച്ചി.